ഹലോ, നമ്മളിപ്പോൾ പോണത് മാനാഞ്ചിറ സ്ക്വയറിലേക്കാട്ടോ. അവിടെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ഷോ ഒക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ട്. അപ്പം നമുക്കതൊന്ന് കാണണ്ടേ നേരിട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ മാനാഞ്ചിറ സ്ക്വയറിൽ ഇതേ സംഗതി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാൻ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, കാരണം ഞാൻ പോയിട്ടില്ല. നല്ല ക്രൗഡ് കഴിഞ്ഞു എന്നൊക്കെ കേട്ടതുകൊണ്ട് ഭയങ്കര ബ്ലോക്കും കാര്യമൊക്കെ ആയതുകൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും എന്തിനു തിരക്കാവണതിന് മുന്നേ പോയി കാണാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ നമ്മളവിടെ എത്തിക്കണം കേട്ടോ. അവിടേക്ക് നമ്മൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. വണ്ടിയൊക്കെ സൈഡാക്കി വെച്ചിരിക്കണ്. കുറേ വണ്ടികളൊക്കെ ഉണ്ട് സൈഡാക്കി വെച്ചിട്ട്. അത്യാവശ്യം നല്ല ആളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ പോയിട്ട് കാണാം ഗൈസ് എങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബാക്ക് ഭാഗത്തൂടെ ആട്ടോ കയറിയത്. കൊള്ളാം എന്ന് തോന്നുന്നില്ലേ. ഞങ്ങൾ ഒറ്റക്കല്ല കേട്ടോ പോയത്. എൻ്റെ ഇക്കുവിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്, വൈഫും ഒക്കെ ഉണ്ട്. നമ്മളെല്ലാവരും കൂടിയായിട്ട് പോകുന്നതാണ് ഗൈസ്. ഇതൊക്കെ ഇക്കുവിൻ്റെ ഫ്രണ്ട്സാട്ടോ. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ ഇത്, എനിക്കിഷ്ടമായിട്ടോ. ഇതേൻ്റെ കേസ് ഒരാൾ ഒറ്റ കൂത്തിരിക്കുന്നു ഗൈസ്. ഇത് നല്ല രസമല്ലേ കാണാൻ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നി? എനിക്ക് മറ്റേ കല്യാണപ്പുറല്ലേ അതുപോലൊക്കെ ആട്ടോ തോന്നി. കല്യാണപ്പുറയിലൊക്കെ ഇങ്ങനെയൊക്കെ എന്താണ് ലൈറ്റ് ഓൺ ചെയ്യുക, അതുപോലെ തോന്നിട്ടോ ഈ കൂട് പോലെ കണ്ടിട്ട്. ഇവിടെ നമ്മളെ കാലിക്കറ്റ് ഇങ്ങനൊരു എന്ത് പരിപാടി ആയാലും ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് പേര് വരുമല്ലോ. അതുകൊണ്ട് കാലിക്കറ്റിലുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് അറിയണവരും അറിയാത്തവരൊക്കെ നമ്മളിവിടുന്ന് കണ്ടിട്ടോ. അപ്പോൾ ഇതാ കുറേ അങ്ങോട്ട് നടക്കാനുണ്ട് ഗൈസ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് പല സംഗതികൾ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഒരു ഇതായിട്ടില്ലാന്ന്, അത്ര ഭംഗിയായിട്ടില്ലാന്ന് കേട്ടോ. എൻ്റെ തോന്നലാവാം. നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എനിക്കിത് നല്ല ഇഷ്ടമായിട്ടോ. നല്ല രസമല്ലേ ഈ ബോൾ കാണാൻ, നല്ല ഇഷ്ടമായി. ഈ ലൈറ്റ് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ഒരു എന്തോ ഒരു വല്ലാത്തൊരു നല്ലൊരു ഫീല്. ഇത് ഇക്കുവിൻ്റെ ഫ്രണ്ടാട്ടോ, ഷെഫീക്കാക്ക. മൂപ്പര കയ്യിലാണ് എൻ്റെ മോളുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ലോണം ആൾക്കാരും ഉണ്ട്. അവിടെ ഇവിടെ ആയിട്ട് ഫോട്ടോസ് എടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും അറിയണവരൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ടും ഒക്കെ അവിടെ ഫുൾ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ ആണ്. അതുകൊണ്ട് ഗെയ്സ് ഹാർട്ട് തന്നെയല്ലേ, ലവ് ചിഹ്നം അങ്ങനെയും പറയാം. ഇത് നല്ല രസമുണ്ട് കേട്ടോ, പക്ഷെ ഭയങ്കര മുകളിലായിപ്പോയി. അതുകൊണ്ട് അവിടെ ഉണ്ട് ഒരെണ്ണം. ഇതൊക്കെ എനിക്ക് അങ്ങനെ ഫോണിൽ അങ്ങനെ എടുക്കാൻ കഴിയണില്ല. ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. വാവ്, ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ. എനിക്കിത് തീരെ ഇഷ്ടമായിട്ടില്ല. പിരമിഡാണ് എന്നൊക്കെയാണ് പറയണത്. എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. വലിയൊരു ഷോ കൊടുക്കണില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നല്ലോ, മറ്റേ മാനും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊന്നും കണ്ടില്ല. ഇതൊക്കെ ഇക്കുവിൻ്റെ ഫ്രണ്ട്സാട്ടോ. ഇവർ കുറേ പേരുണ്ട്. അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ. നിങ്ങളെല്ലാം കാണുന്നില്ലേ ഗൈസ്? എനിക്കെന്തോ വലിയൊരു രസമായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയണം കേട്ടോ. ഇതിഷ്ടമായിട്ടോ, നല്ല രസമുണ്ട്, കുഴപ്പമില്ല. അതുകൊണ്ട് ഇതുവരെ എന്താണ് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഉദ്ദേശിച്ചതെന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ പറയട്ടോ.
ഇതൊക്കെ പിന്നെ ഓക്കെ, കുഴപ്പമില്ല എന്ന് പറയാം. ഇത് നേരിട്ട് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഫോണിൽ കാണുന്ന പോലെ ഒന്നല്ല. പക്ഷെ എനിക്കത്ര വലിയ ലൈക്കായിട്ടില്ല, അത്രേ ഉള്ളൂ. ഒരു ഹായ് കൊടുത്തേക്കിങ്ങനെ എനിക്ക്. ഇതൊക്കെ ഇഷ്ടമായി. ഇതൊക്കെ മറ്റേ എന്താ പറയുക, എന്തേലൊക്കെ പറയാം. അതും ഇഷ്ടമായി. പക്ഷെ ഞാൻ മറ്റേ ക്രിസ്മസ് അപ്പൂപ്പനെയും ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്, പക്ഷെ അതൊന്നും കണ്ടില്ല. പിന്നെ എന്താ, നമ്മളിവിടെ അങ്ങോട്ടേക്ക് കുത്തിയിരുന്നിട്ടോ നമ്മളതായ കുറേ കഥകളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ കുത്തിരുന്നവരെ കൂടെ ഇരിക്കുമ്പോൾ സമയം പോണതേ അറിയില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു 4-5 പ്രാവശ്യമായിട്ടുണ്ടാവും ഇവരെ കൂടെ ഇങ്ങനെ പുറത്ത് പോകാൻ തുടങ്ങിയിട്ട്. നല്ല രസമാണ് അവരെ കൂടെ പോകുമ്പോൾ, സമയം പോണതേ അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ സ്വതവേ പുറത്തൊക്കെ പോകാൻ ഭയങ്കര താല്പര്യമുള്ള ഒരു കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് പിന്നെ ഒക്കെ കണക്കുണ്ട്. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിരിക്കലേ നീട്ടോ പരിപാടി. ഇതാണ് സലാപ്പിട്ടോ, എൻ്റെ ഐശുക്കുട്ടീൻ്റെ ഫ്രണ്ടാട്ടോ. എനിക്ക് അധികം അങ്ങനെ അതിൻ്റെ അടുത്തേക്കൊന്നും പോയിട്ട് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്തോ ഇവരെല്ലാവരും ഇവിടെ ഇരുന്നപ്പോൾ പിന്നെ ഞാനും അവിടെ കുത്തിരുന്ന്. പിന്നെ ഒരു മടി, ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഫോണും പിടിച്ച് നടക്കണേ, അതിൻ്റേതായ ഒരു പ്രശ്നം. ഞാൻ ഇവിടുന്ന് എന്നെ പഠിപ്പിച്ച സജീന്ദ്ര സാറിനൊക്കെ കണ്ടിട്ടോ. സാറിൻ്റെ അടുത്ത് പോയി ഒന്നും സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് കണ്ട്. സാറിങ്ങനെ ഈ ഓരോ ലൈറ്റ് ഷോൻ്റെ പിന്നാലെ ഇങ്ങനെ ഫോണും പിടിച്ച് പോകുന്നുണ്ട്, ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിരിക്കും. എൻ്റെ മോളോട് ഞാനൊന്ന് ചിരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ചിരിച്ച് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഗൈസ് മറക്കരുത്, വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറയണം നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ മാനാഞ്ചിറ സ്ക്വയർ ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും ഒരുപാട് വീഡിയോസുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും എങ്ങനെയേനു എന്തേനു എന്നൊക്കെ. എനിക്കത്ര ലൈക്കായിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ നിങ്ങളൊക്കെ പറയിട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഇരിക്കുക തന്നെയാണ്. പിന്നെ പോപ്കോണും കുഴലപ്പും ഒക്കെ വാങ്ങി അവിടെ കുത്തിയിരുന്ന് തിന്ന്, ഇതൊക്കെ തന്നെയായിരുന്നു നമുക്ക് പണി. അവിടെ നിന്ന് നീച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ, പോയി അവിടെ കുത്തിയിരുന്ന്. അത് ലൈറ്റ് ഷോ ഒക്കെ പതിയെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഓഫാക്കി തുടങ്ങിട്ടോ. അപ്പോൾ ഓഫാക്കി തുടങ്ങിയപ്പോൾ പിന്നെ ഉറുമ്പരിക്കണ പോലെ കുറേ മനുഷ്യന്മാർ ഇങ്ങനെ നടക്കണുണ്ട്. അപ്പോൾ പിന്നെ മനസ്സിലായി ഇതൊക്കെ ഓഫാവാനായി. അപ്പോൾ പിന്നെ നമ്മളും അവിടുന്ന് മെല്ലെ നീച്ചിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടു. പിന്നെ നമ്മൾ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച കേട്ടോ, ഒരു പള്ളി നല്ല സൂപ്പറാക്കി വെച്ചിരിക്കണം, ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. പിന്നെ നമ്മളൊക്കെ ഓരോരുത്തരെ വണ്ടിയൊക്കെ എടുത്ത് എല്ലാവരും ഓരോ വഴിക്ക് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.